നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ പഠിക്കാം. പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. ഈ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആദ്യ ഭാഗമായ സ്ട്രക്ചറിൽ നിന്ന് 3 മാർക്കും പോയിന്റേഴ്സിൽ നിന്ന് 3 മാർക്കും. നമുക്ക് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലം, അതായത് +1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേസിക് ഡാറ്റ ടൈപ്പുകൾ പ്രധാനമായും 5 എണ്ണമാണ്: ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ, ബൂളിയൻ, വോയിഡ്. ഈ ബേസിക് ഡാറ്റ ടൈപ്പുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഡാറ്റ ടൈപ്പുകളെയാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പുകൾ എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിന് ഉദാഹരണമാണ് അറേസും പോയിന്റേഴ്സും ഒക്കെ. എന്നാൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ഒരു യൂസർ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് സ്ട്രക്ചർ. ഇപ്പം ഞാനൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ മറ്റൊരു യൂസറിന് ഒരുപക്ഷെ അത് ഉപയോഗിക്കാൻ സാധിച്ചെന്ന് വരില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ആവശ്യം അതായിരിക്കണം എന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നു, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ്. അതായത് കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറേസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അറേ ഈസ് എ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ യൂസ്ഡ് ഫോർ സ്റ്റോറിങ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പ് എന്ന്. അറേ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്മറി ലൊക്കേഷനാണ്. അതിനുള്ളിൽ ഒരേ തരത്തിലുള്ള ഡാറ്റകൾ മാത്രമേ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സ്ട്രക്ചറിൽ വ്യത്യസ്തങ്ങളായ ഡാറ്റകൾ നമുക്ക് സൂക്ഷിക്കാം. അതായത് ഇൻറ്റും ഫ്ലോട്ടും ക്യാറും ഒക്കെ മാറി മാറി അതിനകത്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. സ്ട്രക്ചർ ഉപയോഗിക്കുമ്പോൾ ആദ്യമായി അതിൻ്റെ കീവേഡ് നമ്മൾ എഴുതണം. അതാണ് സ്ട്രക്ചറിൻ്റെ കീവേഡാണ്. അതിനുശേഷം ഒരു സ്പേസ് നൽകിയ ശേഷം സ്ട്രക്ചറിൻ്റെ പേരെഴുതാം. അതിൻ്റെ താഴെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു സെമി കോളൻ പ്ലേസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ബ്രാക്കറ്റ് അവസാനിപ്പിച്ച ശേഷം സെമി കോളൻ നൽകാൻ മറക്കരുത്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവും. സ്റ്റുഡൻറ്റ്. ഇവിടെ ഞാനൊരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേര് സ്റ്റുഡൻ്റ് എന്നാണ്. എങ്ങനെയാണ് ഇതൊരു സ്ട്രക്ചറാണെന്ന് മനസ്സിലായത്? സ്റ്റുഡൻറ്റിൻ്റെ തൊട്ട് മുമ്പിൽ സ്ട്രക്ട് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറാണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിലെ മെമ്പേഴ്സിനൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കാണാം. ആദ്യത്തെ മെമ്പർ ഇൻറ്റ് റോൾ നമ്പർ. അതായത് സ്റ്റുഡൻറ്റിന്, എല്ലാ കുട്ടികൾക്കും സ്റ്റുഡൻസിനും റോൾ നമ്പർ ഉണ്ടാവും. അപ്പോൾ റോൾ നമ്പറിനെ നമ്മൾ പ്ലേസ് ചെയ്തു. ഈ റോൾ നമ്പർ ഏത് ഡാറ്റ ടൈപ്പാണ്? ഇൻറ്റ് ആണ്. തൊട്ട് താഴെ ഗ്രേഡ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ക്യാർ ആണ്. അതിന് താഴെ പെർസെൻറ്റേജ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് ആണ്. പിന്നീട് ബ്രാക്കറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു, സെമി കോളൻ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പുകളാണുള്ളത്. ആദ്യത്തത് ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട് തുടങ്ങി ഏത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും നമുക്ക് സ്ട്രക്ചറിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതാണ് ഡെഫിനിഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത്, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് എന്ന്. ഇനി എങ്ങനെയാണ് സ്ട്രക്ചറിനുള്ളിലെ ഓരോ എലമെൻറ്റുകളെയും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട്, നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതെന്ന്. സ്ട്രക്ചറിന് ഉള്ളിലുള്ള ഓരോ എലമെൻറ്റുകളെയും എടുക്കണമെങ്കിൽ ഉപയോഗിക്കേണ്ട ഓപ്പറേറ്ററാണ് ഡോട്ട് ഓപ്പറേറ്റർ. അതായത് വെറുതെ ഒരു കുത്ത്, ഡോട്ട്. ഈ ഡോട്ട് ഓപ്പറേറ്ററിനെ തന്നെയാണ് പീരീഡ് ഓപ്പറേറ്റർ എന്നും വിളിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ കാണാം. ഈ എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. സ്റ്റുഡൻറ്റ് എസ്, അതായത് തൊട്ട് മുമ്പ് നമ്മൾ കണ്ട സ്ട്രക്ചറിൻ്റെ പേര് സ്റ്റുഡൻ്റ് എന്നായിരുന്നു. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറാണ്. അവിടെ സ്റ്റുഡൻറ്റ് എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് എസ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ എസ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സ്ട്രക്ചറിനുള്ളിലുള്ള എല്ലാ എലമെൻറ്റുകളും ഉണ്ട്. അതായത് റോൾ നമ്പർ ഉണ്ട്, ഗ്രേഡ് ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് എസ്. തൊട്ട് താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ
എസ് ഡോട്ട് റോൾ നമ്പർ, അതായത് എസിൻ്റെ ഉള്ളിലെ റോൾ നമ്പർ. മൂന്നാമത്തെ വരിയിൽ നോക്കൂ, എസ് ഡോട്ട് ഗ്രേഡ്, എസിൻ്റെ ഉള്ളിലെ ഗ്രേഡ്. അടുത്ത വരി എസ് ഡോട്ട് പെർസെൻറ്റേജ്, എസിനുള്ളിലെ പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു സ്ട്രക്ചറിനുള്ളിലെ എലമെൻറ്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഓപ്പറേറ്ററാണ് ഡോട്ട് ഓപ്പറേറ്റർ. അടുത്തതായി നെസ്റ്റഡ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഒരു സ്ട്രക്ചറിനുള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വന്നാൽ അതിനെ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നു. എ സ്ട്രക്ചർ പ്ലേസ്ഡ് ഇൻസൈഡ് അനദർ സ്ട്രക്ചർ ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ. അതായത് ഒരു സ്ട്രക്ചറിനകത്ത് അതിൻ്റെ എലമെൻ്റ് ആയിട്ട് മറ്റൊരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ അതിനെ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് വിളിക്കാം. അടുത്തതായി നമുക്ക് അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ അറേസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. അറേ എന്ന് പറഞ്ഞാൽ ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ബേസിക് ഡാറ്റ ടൈപ്പുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് അറേ. എന്നാൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഒരു യൂസർ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഉണ്ടാക്കപ്പെടുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് സ്ട്രക്ചർ. അറേസിനകത്ത് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ, ഒരേ തരത്തിലുള്ള ഡാറ്റകൾ മാത്രമേ സൂക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ സ്ട്രക്ചറിലാകട്ടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റകൾ സൂക്ഷിക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഒരു അറേയുടെ ഉള്ളിലെ എലമെൻറ്റുകളെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുക. ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന അറേ ആണെങ്കിൽ എ ഓഫ് 1, എ ഓഫ് 2, എ ഓഫ് 3 അങ്ങനെ പറയുന്നതാണ് അതിൻ്റെ സബ്സ്ക്രിപ്റ്റ്. അതിൻ്റെ സബ്സ്ക്രിപ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ എലമെൻറ്റുകളെ ആക്സസ് ചെയ്യുന്നത്. എന്നാൽ സ്ട്രക്ചറിലാകട്ടെ ഡോട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ പീരീഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് എലമെൻറ്റുകളെ ആക്സസ് ചെയ്യുന്നത്. അവസാനത്തെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഒരു അറേയിലെ എലമെൻറ്റുകൾ മറ്റൊരു അറേ ആണെങ്കിൽ അതിനെ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് വിളിക്കുന്നു. ഒരു അറേയിലെ എലമെൻറ്റുകൾ മറ്റൊരു അറേ ആണെങ്കിൽ അതിനെ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് വിളിക്കുന്നു. ഒരു സ്ട്രക്ചറിനകത്ത് സ്ട്രക്ചറിൻ്റെ എലമെൻ്റായിട്ട് മറ്റൊരു സ്ട്രക്ചർ വരികയാണെങ്കിൽ അതിനെ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നു. ഇതോടെ സ്ട്രക്ചർ എന്ന് പറയുന്ന ഭാഗം പൂർണ്ണമായി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നൊന്ന് ഓർത്ത് നോക്കൂ. ആദ്യമായിട്ട് നമ്മൾ നോക്കിയത് സ്ട്രക്ചർ എന്താണെന്ന് അതിൻ്റെ ഡെഫിനിഷൻ നോക്കി. അതിനുശേഷം എങ്ങനെയാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പഠിച്ചു, അതിൻ്റെ ഒരു എക്സാമ്പിൾ പഠിച്ചു. എങ്ങനെയാണ് അതിൻ്റെ എലമെൻറ്റുകൾ ആക്സസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ദെൻ നെസ്റ്റഡ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കി. അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും പഠിച്ചു. അടുത്തതായി നമുക്ക് പോയിന്റർ എന്താണെന്ന് പഠിക്കാം. എ പോയിന്റർ ഈസ് എ വേരിയബിൾ വിച്ച് കണ്ടെയ്ൻസ് എ മെമ്മറി അഡ്രസ്. അതായത് സാധാരണ ഒരു വേരിയബിളിനകത്ത് നമ്മളൊരു ഡാറ്റയാണ് സൂക്ഷിക്കുക. എന്നാൽ പോയിന്റർ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സൂക്ഷിക്കുന്നത് ഒരു മെമ്മറി അഡ്രസ് ആയിരിക്കും. ഡാറ്റയല്ല, ഒരു മെമ്മറി അഡ്രസ് ആയിരിക്കും സൂക്ഷിക്കുക. ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ പോയിന്റർ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് മെമ്മറി അഡ്രസ്സാണ് ഉണ്ടാകുക. എങ്ങനെയാണ് ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ സിൻടാക്സ് ഡാറ്റ ടൈപ്പ് സ്റ്റാർ പോയിന്റർ വേരിയബിൾ. സാധാരണ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക? ഇൻറ്റ് എ, ഇൻറ്റ് ബി, ഇൻറ്റ് സം എന്നൊക്കെ പറഞ്ഞാണ് ഡിക്ലെയർ ചെയ്യുക. എന്നാൽ പോയിന്റർ ആണെങ്കിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആ വേരിയബിളിന് മുന്നിൽ ഒരു സ്റ്റാർ ഇടും, ഒരു സ്റ്റാർ പ്ലേസ് ചെയ്യും. അതായത് ഇൻറ്റ് എക്ക് പകരം ഇൻറ്റ് സ്റ്റാർ എ എന്ന് എഴുതും. അപ്പോൾ സ്റ്റാർ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ എ എന്ന് പറയുന്നത് എന്താണ്, ഒരു പോയിന്റർ വേരിയബിൾ ആണെന്ന് മനസ്സിലായി. അപ്പോൾ സിൻടാക്സ് ഒന്നുകൂടി നോക്കാം. ഡാറ്റ ടൈപ്പ്, അതായത് ഇൻറ്റ് ഡാറ്റ ടൈപ്പ് സ്റ്റാർ പോയിന്റർ വേരിയബിൾ, അതാണ് സിൻടാക്സ്. എക്സാമ്പിൾ വരുമ്പോൾ ഇൻറ്റ് സ്റ്റാർ എ. ഇത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. എ എന്ന് പറയുന്ന വേരിയബിൾ ഒരു പോയിന്റർ വേരിയബിളാണ്, മാത്രമല്ല ഒരു ഇൻറ്റിജർ കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് മറ്റൊരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ്.
എന്ന്. അടുത്തതായി പോയിന്റേഴ്സിൽ ഉപയോഗിക്കുന്ന ചില ഓപ്പറേറ്ററുകളൊന്ന് പരിചയപ്പെടാം. പോയിന്റേഴ്സിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സാണ്, ഒന്ന് സ്റ്റാറും രണ്ട് ആംപർസാൻഡും. സ്റ്റാറിനെ ഇവിടെ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുന്നത്. ആൻഡിനെ അല്ലെങ്കിൽ ആംപർസാൻഡിനെ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റാറിനെ വിളിക്കുന്നത് വാല്യൂ അറ്റ് ഓപ്പറേറ്റർ, ആംപർസാൻഡിനെ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. സ്റ്റാർ ഉപയോഗിക്കുന്നത് ഒരു പോയിന്റർ വേരിയബിള് പോയിന്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പോയിന്റർ വേരിയബിളിനകത്ത് സൂക്ഷിക്കുന്നത് ഒരു മെമ്മറി അഡ്രസ്സാണ്. ആ മെമ്മറി അഡ്രസ്സിനകത്ത് ആ മെമ്മറി അഡ്രസ്സ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാർ ഉപയോഗിക്കുന്നത്. എന്നാൽ ആംപർസാൻഡ് ഉപയോഗിക്കുന്നത് മെമ്മറി അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി വ്യക്തമാക്കാനായി നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകും. സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ നോക്കുക. ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്ന ഇൻറ്റ് വാൽ ഇസിക്കൽ ടു 5, അതായത് 5 എന്ന് പറയുന്ന വാല്യൂ വാൽ എന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ വരിയിൽ ഇൻറ്റ് സ്റ്റാർ പി ടി ആർ ഇസിക്കൽ ടു ആംപർസാൻഡ് വാൽ, അതായത് പി ടി ആർ എന്ന് പറയുന്ന വേരിയബിൾ ഒരു പോയിന്ററാണ്, അതിന് മുന്നിൽ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു അഡ്രസ്സ് ആയിരിക്കും. ഏതിൻ്റെ അഡ്രസ്സാണെന്ന് നമുക്കിവിടെ നോക്കാം. വാൽ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. അഡ്രസ്സാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? ആംപർസാൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അഡ്രസ്സാണ് പോകുന്നതെന്ന്. അപ്പോൾ വാൽ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് പി ടി ആർ എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നു. തൊട്ട് താഴെയുള്ള ചിത്രം നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാവും. ഇത് പി ടി ആർ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനാണ്, ഇത് വാൽ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനാണ്. പി ടി ആർ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് OXFE എന്ന് പറയുന്ന അഡ്രസ്സാണ്. ഈ അഡ്രസ്സ് വാൽ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം. ഇവിടെ താഴെ എഴുതിയിരിക്കുന്നതാണ് അഡ്രസ്സ്, ഉള്ളിൽ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലെ വാല്യൂ ആണ്. അപ്പോൾ പി ടി ആർ എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന അഡ്രസ്സ് വാൽ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ്. വ്യക്തമായല്ലോ? ഇനി ഇത് ഒന്നുകൂടി വ്യക്തമാക്കാം. നമുക്ക് നോക്കാം. സി ഔട്ട് സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? നോക്കുക. സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞാൽ സ്റ്റാർ പി ടി ആർ എന്ന് പറയുമ്പോൾ പി ടി ആർ എന്ന് പറയുന്ന പോയിന്റർ വേരിയബിൾ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അവിടുത്തെ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി ചിത്രത്തിലേക്ക് നോക്കുക. പി ടി ആർ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അവിടുത്തെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? 5 എന്ന് പറയുന്ന വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കുക. സി ഔട്ട് വാൽ. സി ഔട്ട് വാൽ എന്ന് പറഞ്ഞാൽ വാൽ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ്റെ കണ്ടന്റ്, ഇതിനുള്ളിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതായിരിക്കും പ്രിന്റ് ചെയ്യുക. അതും 5 തന്നെയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. സി ഔട്ട് ആംപർസാൻഡ് വാൽ. ആംപർസാൻഡ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓപ്പറേറ്റർ ആണ്, അതായത് വാൽ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണ് പ്രിന്റ് ചെയ്യുക. വാൽ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് നോക്കുക, OXFE. അപ്പോൾ പ്രിന്റ് ചെയ്യുന്നത് എന്തായിരിക്കും? OXFE ആണ് പ്രിന്റ് ചെയ്യുക. അടുത്തത് നോക്കുക. സി ഔട്ട് പി ടി ആർ. ഇവിടെ ശ്രദ്ധിക്കുക, വെറും പി ടി ആർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സ്റ്റാർ ഇട്ടിട്ടില്ല. അപ്പോൾ സി ഔട്ട് പി ടി ആർ എന്ന് പറയുമ്പോൾ പി ടി ആർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിലെ കണ്ടന്റ് ആണ് പ്രിന്റ് ചെയ്യുക. അപ്പോൾ പി ടി ആർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിലെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ OXFE ആണ്. ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന ചില കാര്യങ്ങളുണ്ട്. സ്റ്റാർ പി ടി ആർ എന്ന് പറയുന്നതും വാൽ എന്ന് പറയുന്നതും സെയിം ആണ്. ആംപർസാൻഡ് വാൽ എന്ന് പറയുന്നതും പി ടി ആർ എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, ഇത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അടുത്തായി നമുക്ക് മെമ്മറി അലോക്കേഷൻ നോക്കാം. മെമ്മറി അലോക്കേഷനുകൾ 2 തരത്തിലുണ്ട്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും
പ്രവർത്തിക്കുന്നതിന് മുമ്പ് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറികളെ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് വിളിക്കുന്നു. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷന് മുമ്പ് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനാണ്. എന്നാൽ പ്രോഗ്രാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് വിളിക്കുന്നു. ഇത് ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. പ്രോഗ്രാം പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഉള്ള മെമ്മറി സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ, പ്രോഗ്രാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അടുത്ത ന്യൂ ആൻഡ് ഡിലീറ്റ് ഓപ്പറേറ്റർ. രണ്ട് പ്രധാനമായ ഓപ്പറേറ്ററുകൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്, ന്യൂ ഡിലീറ്റും. ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടിയിട്ടാണ്. ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടിയിട്ടാണ്. പ്രോഗ്രാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ന്യൂ. അങ്ങനെ ന്യൂ ഉപയോഗിച്ച് ഉണ്ടാക്കപ്പെട്ട മെമ്മറികളെ റിമൂവ് ചെയ്യാൻ വേണ്ടി, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഡിലീറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഒന്നുകൂടി പറയാം, ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് ന്യൂ ഉപയോഗിച്ച് ഉണ്ടാക്കിയ മെമ്മറിയെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി മെമ്മറി ലീക്ക് എന്താണെന്ന് നോക്കാം. ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂ എന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കപ്പെടുന്ന മെമ്മറികൾ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ മെമ്മറി മറ്റൊരു ആവശ്യത്തിനും സിസ്റ്റം വീണ്ടും ഉപയോഗിക്കുന്നതല്ല. അങ്ങനെയുള്ള മെമ്മറികൾ ബ്ലോക്ക് ചെയ്യപ്പെട്ട് തന്നെ കിടക്കും. അപ്പോൾ മെമ്മറികൾ ധാരാളമായി ഇങ്ങനെ പ്രോഗ്രാം പ്രവർത്തിക്കുന്നതനുസരിച്ച് ബ്ലോക്ക് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും, ഉപയോഗശൂന്യമായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് മെമ്മറി ലീക്ക്. അടുത്ത ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തും. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിൻ്റെ എലമെൻ്റ് ആ സ്ട്രക്ചറിലേക്ക് തന്നെയുള്ള ഒരു പോയിൻ്റർ ആണെങ്കിൽ അതിനെ നമുക്ക് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് വിളിക്കാം. അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വ്യക്തമാക്കാം. ഇവിടെ സ്ട്രക്ട് എംപ്ലോയി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുണ്ട്. അതിൻ്റെ ഉള്ളിൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഡ് ഇ കോഡ്, ക്യാർ ഇ നെയിം ഓഫ് 15, ഫ്ലോട്ട് സാലറി, എംപ്ലോയി സ്റ്റാർ ഇ പി. ഇവിടെ നമ്മൾ നോക്കുക, എംപ്ലോയി എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് എന്താണ്? എംപ്ലോയി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കിയാൽ നമുക്കറിയാം എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. അതായത് ഈ സ്ട്രക്ചറിൻ്റെ പേരാണ് എംപ്ലോയി. അതായത് ഈ സ്ട്രക്ചറിലേക്ക് തന്നെയുള്ള ഒരു പോയിൻ്ററാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റാർ ഇ പി എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രക്ചറിനകത്ത് ആ സ്ട്രക്ചറിലേക്ക് തന്നെയുള്ള ഒരു പോയിൻ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു പുതിയ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ചാപ്റ്റർ 2 നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇറ്റ്സ് മീ നവീൻ ഭാസ്കർ സൈനിങ് ഓഫ്.